അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വിഷയം നമ്മുടെ താമസ സ്ഥലങ്ങൾ എല്ലാ സ്ഥലങ്ങളും നമുക്ക് യോജ്യം അല്ല, എല്ലാ സ്ഥലങ്ങളും അനുയോജ്യം അല്ല. ചില സ്ഥലങ്ങൾക്ക് അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ട്. നമ്മൾ ഈ വിഷയം പറയുമ്പോൾ ചൂഷണങ്ങൾ ഇതുമായി നമ്മൾ ബന്ധപ്പെടുത്തരുത്. സ്ഥലങ്ങളുടെ പേരുകൾ പറഞ്ഞ്, സ്ഥലങ്ങളുടെ ദോഷങ്ങൾ പറഞ്ഞ് ചൂഷണം നമുക്ക് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ എന്നാൽ നിഷ്പക്ഷമായിട്ട് ആ വിഷയം, ഇപ്പം ആകാശത്തെക്കുറിച്ച് പഠിക്കുന്നു, ഭൂമിയെക്കുറിച്ച് പഠിക്കുന്നു, ഭൂമിയുടെ ഉള്ളറകളെക്കുറിച്ച് പഠിക്കുന്നു, ആകാശത്തിൻ്റെ മേൽത്തട്ടുകളെക്കുറിച്ച് പഠിക്കുന്നു. അങ്ങനെ എല്ലാ നിലയിലും പഠനങ്ങൾ നടക്കുന്നുണ്ട്. ആ പഠനങ്ങളിലും അവർക്ക് മനസ്സിലാകുന്ന ചില വിവരങ്ങൾ ഉണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ആകാശത്തിൻ്റെ മേൽത്തട്ടുകളും ഭൂമിക്കടിയിലേക്കുള്ള കാര്യങ്ങളും ഖുർആനിലൂടെ നമ്മയും പഠിപ്പിക്കുന്നു. അപ്പം നമ്മൾ എപ്പോഴും ഖുർആനികമായ നിർദ്ദേശങ്ങളെയും ഹദീസുകളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഉപോത്ബലകമായി സംസാരിക്കാൻ വേണ്ടി നാം തിരഞ്ഞെടുക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ താമസിക്കുന്ന സ്ഥലം അത് നമ്മെ നശിപ്പിക്കുന്ന അവസ്ഥയിൽ ചില ഭാഗങ്ങൾ ഉണ്ട്. അത് വെറുതെ പറയുന്നതല്ല. ചില സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ സംഭവിക്കാറുണ്ട്, സംഭവിച്ചിട്ടും ഉണ്ട്. ഇത് നമ്മൾ ഏതെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ബുദ്ധിമുട്ടിൻ്റെ കാരണം താമസിക്കുന്ന സ്ഥലം ആണ് എന്നല്ല. ഈ പറയാൻ പോകുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഏത് സ്ഥലങ്ങളാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ഒരു ഹദീസ്, അതിന് ഉപോത്ബലകമായ ഒരു സാമ്പിളാണ് ഇത്. ഒരു ഹദീസ് മാത്രം അല്ല, ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഇജ്മാഅുകളും ഖിയാസുകളും ഇതുമായി ഉപോത്ബലകമായി പറയാനും ഉണ്ട്. ഒരു ചെറിയ ഉദാഹരണം, നമ്മുടെ വീഡിയോയുടെ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഒരൊറ്റ ഹദീസ് മാത്രം പറയുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വിഷയം, മൻ സക്കനൽ ബാദിയത്ത് ജഫ വമൻ ഇത്തബഅ സ്വൈദ ഗഫല വമൻ അതാ അബ്വാബ സുൽത്താനി ഇഫ്തതൻ. ഇതാണ് ഹദീസ്. മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ലഈഫല്ല, 100% അംഗീകരിക്കാൻ പറ്റുന്ന ശക്തിയായ പിൻബലമുള്ള ഹദീസാണ്. തുർമുദി ഇമാമാണ് റിപ്പോർട്ട് ചെയ്തത്. എന്താണ് ഈ ഹദീസിൽ പറയുന്നത്? ചില സ്ഥലങ്ങളിൽ താമസിക്കുന്ന ചില ആളുകൾക്ക് മനസ്സ് പരിക്കൻ, അഥവാ ഒരു ഉറച്ച മനസ്സ്. എപ്പോഴും മനസ്സിനൊരു ലയ്യനത്ത് വേണം, ഒരു തഖ്ഫീഫ് ഉണ്ടാകണം, ഒരു മൃദുലമായ സമീപനം ഉള്ള മനസ്സ് ഒരാളിൻ്റെ ഏറ്റവും വലിയ വിജയമാണ്. എന്ത് വിഷയത്തിലും ഒരു എളിമത്വത്തോടുകൂടി അതിനെ നേരിടുകയും ആ വിഷയത്തിൽ എന്ത് വരുമ്പോഴും മാനസികമായി തളരാതെയും മാനസികമായി വിഭ്രാന്തിയിലേക്ക് പോകാതെയും ഏത് വിഷയത്തെയും സാന്ത്വനത്തോടുകൂടി മുഖവിലയ്ക്കെടുക്കാൻ കഴിയുന്ന ഒരു മനസ്സാണ് ഒരു മനുഷ്യൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റി. ആ ക്വാളിറ്റി ഒരു മനുഷ്യനിക്കില്ല എങ്കിൽ നമുക്ക് ഒരു നല്ല കാര്യത്തിനോ ഒരു പൊതുവായ കാര്യത്തിനോ ഒരു സാമൂഹിക വിഷയങ്ങളുടെ ഉത്തരവാദിത്വത്തിനോ അദ്ദേഹത്തിന് നമുക്ക് ഏൽപ്പിക്കാൻ കഴിയില്ല.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ പറയുന്നത്, മനസ്സ് പരുക്കനായി പോകുന്ന, നാലാളുടെ മുമ്പിൽ സംസാരിക്കാൻ യോഗ്യതയില്ലാതെ വരുന്ന, നാലാളുടെ മുമ്പിൽ വിഷയത്തെ പരിഹരിക്കാനുള്ള പ്രാപ്തി ഇല്ലാതെ വരുന്ന മനസ്സിൻ്റെ ഉടമകളുടെ ലക്ഷണം, അഥവാ ഇനി പറയുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകും. ഏതാണത്? ഒന്ന്, മലഞ്ചെരുവ്. മലമുകളിൽ താഴ്ഭാഗത്തായിട്ട്, മലയുടെ താഴ്ഭാഗത്തായിട്ട് അതിൻ്റെ ഓരങ്ങളിൽ കുടിൽ കെട്ടിയും വീട് വെച്ചുമൊക്കെ താമസിക്കുന്നവരുണ്ട്. വീടിൻ്റെ മുകളിലേക്കായിരിക്കും മല. അങ്ങനെ താമസിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. മനസ്സ് ഇടുങ്ങിപ്പോകും, പരിക്കനായി പോകും. അതുപോലെ ജനസാന്ദ്രത ഇല്ലാത്ത സ്ഥലം, ജനങ്ങളൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട സ്ഥലത്ത് വീടെടുത്ത് താമസിക്കുന്ന ആളുകൾ, അവർക്കും മാനസികമായ പരിക്ക സ്വഭാവവും പിരിമുറുക്കവും ഉണ്ടാകും. ഇത് ഞാൻ പറഞ്ഞതല്ല, സഹീഹായ ഹദീസിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുപോലെ വേട്ടമൃഗങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകൾ, വേട്ടമൃഗം എപ്പോഴും വേട്ടയ്ക്ക് പോവുക, അവർക്കും എന്തായിരിക്കും? ആ താമസിക്കുന്ന വീട്ടിൽ റാഹത്തുണ്ടാവില്ല, മനസ്സിനെപ്പോഴും പിരിമുറുക്കം ഉണ്ടാവും. കാര്യം അവൻ്റെ ലക്ഷ്യം ഒന്നിനെ കൊല്ലണം എന്ന് തന്നെയാണല്ലോ, വേട്ടമൃഗത്തിൻ്റെ കൂടെ മാത്രമാണല്ലോ ജോലി. അങ്ങനെ ഒന്നുണ്ട്. അതുപോലെ ഭരണാധികാരികളുടെ അപ്പോസ്തലന്മാരായി കഴിയുന്ന ആളുകൾ, എപ്പോഴും ഭരണാധികാരികളുടെ ചുവട് പിടിച്ച് അവരുടെ കാലിൽ തൊട്ട് വീണ് നമസ്കരിച്ച് അവരെ ചെരുപ്പ് നക്കി നടക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. അവരെക്കുറിച്ചും പറയുന്നത്, അവർ താമസിക്കുന്ന സ്ഥലത്തും സമാധാനം ഉണ്ടാവില്ല. കാരണം ഇനി നാളെ ഏത് ചെരുപ്പാണ് നക്കേണ്ടത്, ഏത് ചെരുപ്പ് നക്കിയാലാ പൈസ കിട്ടുന്നത്, ഇങ്ങനൊരു ചിന്തയിൽ, ഇങ്ങനെ അത്യാഗ്രഹത്തിലായിരിക്കും അവൻ്റെ ജീവിതം. അപ്പോൾ ഇത് എപ്പോഴും അവനിക്ക് ഈ ഭരണാധികാരിയുടെ ചെരുപ്പ് നക്കൽ കൊണ്ട് ഫിത്ന വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ അടയാളങ്ങൾ നമ്മുടെ ഭാഗങ്ങളിൽ ഉണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ താമസിക്കുന്ന സ്ഥലവും നമ്മുടെ ഈ ചിട്ടകളും ഇതുമായി ബന്ധപ്പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.